എൻ്റെ മോനെ എജാതി സെഞ്ചുറിയാണ് അടിച്ചത്. 97 ലാസ്റ്റ് ബോളിൽ 3 റണ്ണും വേണം. ഫോറടിച്ച് ജയിച്ചറാ. പ്രാർത്ഥനയായിരുന്നു ചെറുക്കൻ സെഞ്ചുറി അടിക്കണേ മിസ്സാവല്ലേ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോനെ 6 സിക്സും 10 ഫോറും 54 ബോളിൽ ചെറുക്കൻ സെഞ്ചുറി അടിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആരെങ്കിലും ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്കൻ സെഞ്ചുറിക്ക് മേലെ പോയിട്ടുണ്ടാവും. ഒരു 220 230 സ്കോറും ചെന്നൈക്ക് കിട്ടുമായിരുന്നു. എന്താ ചെയ്യുക, എല്ലാവരും ഔട്ടായിപ്പോയി. സത്യം പറയാം, ക്യാപ്റ്റൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏത് ബൗളർ എറിയാൻ വന്നു കഴിഞ്ഞാലും ടപ്പേ പട്ടേ വർവ സുത്വ തൂക്കിടുക, വർവ സുത്വ തൂക്കിടുക. അടി സഞ്ജു, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത അടി സഞ്ജു. അങ്ങനെ അടിപൊളി കളിയായിരുന്നു അല്ലേ. 103 റണ്ണിന് ചെന്നൈ ജയിച്ചു അല്ലേ. സൂപ്പർ കളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ ടീമിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെറുക്കാൻ തോളിലടിച്ച് കൊണ്ടുപോവാണ് സഞ്ജു സാംസൺ. ഈ IPL ചെന്നൈക്ക് വേണ്ടിയുള്ള 2ാമത്തെ സെഞ്ചുറിയാണ് സഞ്ജുവിന്റെ. അടിപൊളി കളി. 103 റണ്ണിനാണ് ജയിച്ചത്. ബൗളിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. മുംബൈ ജയിക്കുമെന്നൊക്കെ വിചാരിച്ച കളിയായിരുന്നു. തുടക്കത്തിൽ തന്നെ വരിഞ്ഞു മുറുക്കി കളഞ്ഞു. 28 റണ്ണാണ് പവർ പ്ലേയിൽ 6 ഓവറിൽ മുംബൈ എടുത്ത്. അതിനിടയ്ക്ക് 3 വിക്കറ്റും പോയി അവരുടെ. ഒന്നും പറയാനില്ല. ചെറുക്ക നല്ല അടിപൊളി കീപ്പിംഗും ആയിരുന്നു. ക്യാച്ചൊക്കെ എടുത്ത് വേറെ ലെവല് സഞ്ജു. എല്ലാവരും സൂപ്പർ ആയിരുന്നു ചെന്നൈ. ഇനി ബാറ്റിങ്ങില് കുറച്ച് എല്ലാവരും ഒന്ന് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ ചെന്നൈ ടീം സൂപ്പർ. ഇപ്പൊ തന്നെ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്, അതും പ്ലസ് റൺ റേറ്റിൽ. അടിപൊളി സെറ്റ്. അതായത് ചെന്നൈ ടീം സഞ്ജുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് ജഡേജാനെ വിട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു അത് ഭയങ്കര മോശമാണ്, സഞ്ജുവിനെ എടുത്താൽ ചെന്നൈക്ക് ജഡേജ ഭയങ്കര കളിക്കാരനാണെന്നൊക്കെ പറഞ്ഞു. ജഡേജ കളിക്കാരനൊക്കെ തന്നെയാണ്, പക്ഷെ സഞ്ജുവിനെ പോലത്തെ കളിക്കാരനൊന്നുമല്ല. സഞ്ജു കണ്ട സ്റ്റാൻഡ് 2 കളിയിൽ സ്റ്റാൻഡ് ചെയ്തപ്പോഴും ആ 20 ഓവർ വരെ നിന്ന് കളിച്ച് ടീമിനെ കൊണ്ട് നല്ലൊരു നിലയിൽ എത്തിക്കുന്ന ഒരു കളിക്കാരനാണ് സഞ്ജു. എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. ഋത്വിരാജ് ഗെയ്ക്വാദ് 7 കളിയും ഫ്ലോപ്പ് ഔട്ടാണ്. ക്യാപ്റ്റൻസി ഓക്കെ, പക്ഷേ ഒരു ക്യാപ്റ്റന്റെ കളി ഇതുവരെ ഋത്വിരാജിന്റെ ബാറ്റിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അവസരഘട്ടങ്ങളിൽ നിന്ന് ടീമിനെ മുന്നോട്ട് നയിക്കാൻ. സത്യം പറഞ്ഞാൽ സഞ്ജു നേരത്തെ ഔട്ടായിട്ടുണ്ടെങ്കിൽ ചെന്നൈ എങ്ങനെ പോയാലും ഒരു 150 അതിനൊക്കെ ഏകദേശം ചെന്നൈ കഴിയും. എന്താ പറയാ, മുംബൈ വളരെ ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യും. ഒരു ഡിഫറെന്റ് രീതിയിലുള്ള ബാറ്റിംഗ് മുംബൈ കൊണ്ടുവരികയും ചെയ്യും. അവർ ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഒന്നും പറയാനല്ല. വന്നിട്ട് തൂക്കിട്ടെ 6 അടിച്ചിട്ട് സെഞ്ചുറി അടിച്ചിട്ട് 4 അടിച്ചിട്ട് സഞ്ജു സൂപ്പർ. നമ്മ സഞ്ജു സൂപ്പർ. Anticipating the Yorker, but what execution. What a shot. And the inexperience showing, and properly dealt with by Sanju Samson. Pandya himself having bowled 2 overs for 19 runs of the economy. Oh, what a shot. Half an over to go. That's half a dozen. They go past 200. And Samson 1 hit away from a 5th IPL 100. And here goes Samson. What a way to finish. And it's been a magnificent innings.